കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, കർത്താവിന്റെ ജനന പെരുന്നാളിനുള്ള ഒരുക്കം ആയിട്ട് ശുദ്ധീകരണ പെരുന്നാൾ കഴിഞ്ഞു. നാളെ പ്രതിഷ്ഠാ പെരുന്നാളാണ്. നാളെ നിങ്ങൾ ഏത് ദേവാലയത്തിൽ പോയാലും ആ പെരുന്നാൾ സംബന്ധിക്കുന്നത് അനുഗ്രഹമാണ്. എങ്ങനെയാണ് പ്രതിഷ്ഠാ പെരുന്നാൾ അനുഗ്രഹമാകുന്നതെന്ന് ഇന്ന് വായിച്ച തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നാളെ ഇവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ പ്രതിഷ്ഠാ പെരുന്നാളിലൂടെ നടത്തുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, നവംബർ മാസം 2-ാം തീയതി പരിശുദ്ധ പരിമളത്തിന്മേയുടെ പെരുന്നാൾ അവിടെ നടന്നു. അതിനുശേഷം പല ദേവാലയങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ഇടങ്ങളിലായി ആ പരിമലപ്പള്ളിയിലെ പരിശുദ്ധ തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷം തുടരുകയാണ്. ഇന്ന് പരിമള തിരുമേനിയുടെ പെരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ്. നാളെ എൻ്റെ എടവപ്പള്ളിയിൽ പെരുന്നാൾ ആഘോഷിക്കാൻ ഞാൻ പോകേണ്ടിയിരിക്കുന്നതുകൊണ്ട് നാളെ ഇവിടെ ഇല്ലാത്തത്. നാളെ കഴിഞ്ഞ് പറക്കുളം പള്ളിയിലെ പെരുന്നാളിന് പോകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി, പല തീയതികളിലായി ആവർത്തിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ തിരുമേനിയുടെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രതിഷ്ഠാ പെരുന്നാളിന്റെ ഇന്നത്തെ ഇവിടുത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു. ശുദ്ധീകരണ പെരുന്നാൾ കർത്താവിന് പ്രസാദകരമായാൽ പ്രതിഷ്ഠാ പെരുന്നാളിലേക്ക് നമ്മൾ ആനയിക്കപ്പെടും. പ്രതിഷ്ഠാ പെരുന്നാൾ അനുഗ്രഹകരമായാൽ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും എന്നൊരു വലിയ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ വായിക്കേണ്ടതായ തിരുവചനങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള ഭാഗത്ത് മോശ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ പ്രതീക്ഷിച്ചപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും നടത്തി ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ മലയിൽ കയറിയെന്ന് ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു കേട്ടു. ദൈവത്തിൽ നേരിട്ട് സംസാരം കേട്ടിട്ടാണ് പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളിലെ വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. നമുക്കും ശുദ്ധീകരണവും പ്രതിഷ്ഠയും വിജയിച്ചാൽ ദൈവം നമ്മളോട്, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെ ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ദേവാലയമായി നമ്മൾ മാറും എന്നുള്ള കാര്യം എത്ര പ്രത്യാശ നൽകുന്ന കാര്യമാണ്. 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഞാൻ ഇതിനെ ദൃഷ്ടി വെച്ചതിന് കാലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അതിന് അന്വർത്ഥമാകുവാൻ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ ദൃഷ്ടിയിൽ വന്ന് ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ കണ്ണുമായി ചേർന്ന് ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ കണ്ണിലൂടെ ദൈവം കാണുന്ന അനുഭവം, ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കണ്ട് ദൈവത്തിന്റെ ആലോചന പിടിച്ചെടുക്കാൻ പറ്റിയ അവസരത്തിൽ വളരാൻ സാധിക്കും. അതിന് ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടണം. അത് കഴിഞ്ഞാൽ ആ പാപം വെളിയിൽ ഇറക്കി ചവിട്ടി അതിനെ സൗന്ദര്യത്തിലേക്ക് വലിച്ചെറിയുന്ന അനുഭവം ഉണ്ടാകണം. അങ്ങനെ പാപം നമ്മൾ മറിഞ്ഞിരിക്കുന്ന ഒരു കാലം, പാപം നമ്മുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു കാലം, പാപപ്പാവിനെ ചവിട്ടിയ ശേഷം അതിനെ കൈകൊണ്ട് സൗന്ദര്യത്തിന്റെ അഭാവത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലം, ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ശുദ്ധീകരണവും പ്രതിഷ്ഠയും പൂർണ്ണമായി നമ്മുടെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ആലയമായിട്ട് ദൈവം നമ്മൾ വസിക്കുകയും ദൈവം നമ്മോടൊപ്പം വസിക്കുന്ന അനുഭവത്തിൽ സ്വർഗം നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അതാ തന്നിരിക്കുന്നു. തിരുവചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 40 വരെ നമ്മൾ വായിച്ചു കേട്ടു. ദാവീദിന്റെ മകനായ ശലോമോൻ ദേവാലയം പണിതപ്പോൾ, ദേവാലയം കുദാശ ചെയ്യപ്പെട്ടപ്പോൾ, അത് ദൈവത്തിന് പ്രതിഷ്ഠ ചെയ്തപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള കാര്യം നമ്മൾ കേട്ടു. അപ്പം നമ്മൾ ആരാധിക്കുന്ന സ്ഥലം, നമ്മുടെ ഹൃദയം പ്രാർത്ഥന കേൾക്കുകയും ദൈവസംസർഗം ആസ്വദിക്കുകയും ചെയ്യുന്ന വിശുദ്ധ സ്ഥലമായി മാറും. നമുക്ക് ചലിക്കുന്ന സ്വർഗമാകാൻ കഴിയും. ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷവും നമുക്ക് ആസ്വദിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകാൻ സാധിക്കുമെന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 8-ാം അധ്യായം നമുക്ക് തരുന്ന സന്ദേശം. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 1 മുതൽ 13 വരെ നമ്മൾ വായിച്ചു കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ശാപത്താൽ വന്നിരിക്കുന്ന മുള്ളുകളാണ് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും അഭിപ്രായവ്യാസങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നത്. എന്നാൽ ആ മുള്ളുകൾ മാറിയിട്ട് നല്ല ഫലം കായ്ക്കുന്ന സരളവൃക്ഷം ഉണ്ടാകുമെന്നാണ് യെശയ്യാ 55-13 പറയുന്നത്. ശാപത്തിന്റെ മുള്ളുകൾ പറിച്ചു മാറ്റി അതിനെ വേലിയാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന വയൽപ്രദേശം ഉഴുതുമറിച്ച്
അവിടെ വചനമാകുന്ന വിത്തിട്ട് അത് ആത്മഫലങ്ങൾ വിളയിക്കുന്ന ജീവവൃക്ഷങ്ങളായി നമുക്ക് വളരാൻ സാധിക്കും. ജീവന നദി അതിന് കരയ്ക്ക് 12 മാസം പുത്തൻ ഫലം കൊണ്ടായിരിക്കുന്ന വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എഗസ്റ്റിയൽ 47 നമ്മുടെ പ്രതിഷ്ഠ വിജയിച്ചാൽ 5 വർഷമാവും. അങ്ങനെ നമ്മുടെ വീട്, നമ്മുടെ പള്ളികൾ, നമ്മുടെ ജീവിതം ദൈവത്തെ സാക്ഷിക്കുന്നതും ആത്മഫലങ്ങൾ വിളയിക്കുന്നതുമാകുന്നതായ കാര്യങ്ങൾ വ്യവസ്ഥയുണ്ടായി. ഈ വചനങ്ങൾ നമ്മുടെ അനുഭവമായി ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാവങ്ങളോടും ഒരിക്കലൂടെ യാത്ര പറയാൻ ഇപ്പോൾ പാവോദന പ്രാർത്ഥന നടത്താൻ ഇന്ന് വിശുദ്ധ കുർബാനയെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പാപമോചന പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് കർത്താവ് നമ്മളോട് കൃത്യമായി സംസാരിച്ച് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നതുമായ ചലിക്കുന്ന ദേവാലയങ്ങളെ നമ്മളെ മാറ്റി നമ്മുടെ പ്രതിഷ്ഠാ പെരുന്നാൾ ദൈവം അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പോട്ട് വരാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി നടക്കുമ്പോൾ യഹൂദന്മാർ അവനെ വളഞ്ഞു ചോദിച്ചു, നീ എത്ര കാലം ഞങ്ങളെ സംശയിപ്പിക്കും? നീ മെശിയ ആണെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറക. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എന്നെ കുറ്റസാക്ഷ്യം നൽകുന്നു. എങ്കിലും എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ എന്റെ ആടുകൾപ്പെട്ടവരല്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുന്നു, അവ എന്റെ പിന്നാലെ വരികയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഒരുവനും എന്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുകയുമില്ല. എന്നാൽ അവയെ എനിക്ക് തന്ന എന്റെ പിതാവ് എല്ലാവരും വലിയവനാകുന്നു. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. യഹൂദന്മാർ പിന്നെ അവനെ എറിയുവാൻ കല്ലുകൾ എടുത്തു. യേശു അവരോട്, എന്റെ പിതാവിൽ നിന്ന് അനേക നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നതെന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, നീ ദൈവദോഷം പറയുന്നതുകൊണ്ടും നീ മനുഷ്യനായിരിക്കെ സ്വയം ദൈവമാകുന്നതുകൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. യേശുവോട് പറഞ്ഞു, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? തിരുവെഴുത്തിന് മാറ്റമില്ലല്ലോ. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കെ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച് എന്നോട് ഞാൻ ദൈവത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദോഷം പറയുന്നു നിങ്ങൾ പറയുന്നു. ഞാൻ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് എന്റെ പ്രവൃത്തികൾ വിശ്വസിക്കുകയും അത് സ്വല്പ സമയിരിക്കാൻ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ സങ്കേത ഭവനത്തിൽ ആഘോഷിക്കുമ്പോൾ നാളത്തെ പ്രതിഷ്ഠാ പെരുന്നാൾ ഈ പെരുന്നാൾ ദിവസം തന്നെ പരിമല തിരുമേനിയുടെ പെരുന്നാളോടനുബന്ധിച്ച് പ്രതിഷ്ഠാ പെരുന്നാളുകൾ നടത്തുന്നതായ ശുചനത്തിൽ കർത്താവ് ഒരു പ്രതിഷ്ഠാ പെരുന്നാളിൽ യെരുശലേം ദേവാലയത്തിൽ വെച്ച് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ധ്യാന വിഷയമായിരിക്കുന്നു. ഇതിൽ കൊണ്ട് നമുക്ക് എന്തെല്ലാം സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22 മുതൽ 38 വരെയുള്ള ഭാഗത്ത് ശുദ്ധീകരണവും പ്രതീക്ഷയും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ശേഷം പിതാവിന്റെ ഇഷ്ടം ചെയ്ത ഒരു പുത്രനെയും പിതാവിന്റെ ഇഷ്ടപ്രകാരം ലോകത്തിലേക്ക് വന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടരും മനസ്സിലാകാത്ത മറ്റൊരു കൂട്ടരും ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും? ശുദ്ധീകരണവും പ്രതീക്ഷയും ദൈവഹിത പ്രകാരം ന്യായപ്രമാണ പ്രകാരം പൂർത്തീകരിക്കാനാണ് കർത്താവ് 30 കൊല്ലം കാത്തിരുന്നു എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്ന യഹൂദന്മാരോട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സ്വയപരിശോധനയ്ക്ക് നല്ലതാണ്. യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠാ പെരുന്നാൾ കല്ലെറിയാൻ കുറെ പേര് ഒരുങ്ങിയെന്നാണ് പറയുന്നത്. അതെന്തിനാ? യഹൂദന്മാർ പിന്നെ അവനെ എറിയാൻ കാലെടുത്തു. അപ്പൊ അതിന് മുമ്പ് എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ അർത്ഥം. പിന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ മുമ്പ് എടുത്തിട്ടുണ്ട്.
മഗ്ദല മറിയത്തിനെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്ന പാവമില്ലാത്തവർ അവളെ കല്ലിട്ട് വന്നവരാൻ കല്ലിട്ടേക്ക് പോയി. അത് കഴിഞ്ഞുള്ള കർത്താവിന്റെ പ്രഭാഷണത്തിന് ശേഷം അന്നും കർത്താവിനെ കല്ലെറിയാനായിട്ട് കുറെ പേർ കല്ലെടുത്തു. അപ്പൊ അങ്ങനെ പല പ്രാവശ്യം യേശുവിനെ കല്ലേറിന്റെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും ദൈവത്തിന് പ്രസാദകരമായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ നേരിട്ട് ആ കല്ലേറിന്റെ ഇടയിൽ ആ കല്ലിനെയോ കല്ലെറിഞ്ഞേറിയോ നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കാൻ പ്രതിഷ്ഠാ പെരുന്നാൾ വിജയിക്കണം. ഒരു സേഫാനോ സഹോദരിക്ക് കല്ലേറുണ്ടായി. അത് ആത്മനിറവിൽ പ്രസംഗിച്ചപ്പോഴാണ്. ആത്മനിറവിൽ പ്രസംഗിച്ച് സേഫാനോസ് ഷമ്മാശന്റെ ഉള്ളിൽ യേശു ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ മനസ്സിലാകാത്തൊരു കൂട്ടരും ഉണ്ടായിരുന്നു. സേഫാനോസ് ഷമ്മാശനെ ആ സഹദായിക്ക് കല്ലേറിന്റെ ഇടയിൽ സ്വർഗം തുറക്കുന്നു കാണാനും പിതാവിന്റെ വലത്തുഭാഗത്ത് തന്നെ സ്വീകരിപ്പാൻ കാത്തു വെച്ചുന്ന പുത്രനെ കാണാനും അത് വിളിച്ചു പറവാനും അത് കേട്ട് കല്ലെറിയാൻ കൂട്ടുനിന്ന ഒരു ശൗൽ പൗലൂസായി മാറുവാനും ഇടയായി എന്നുള്ളതും പ്രത്യാശയ്ക്ക് വകന്നു കേട്ടെ. അപ്പൊ ഈ കല്ലേറിന്റെ പ്രശ്നം എല്ലാ തലമുറയിലും ആവർത്തിക്കുന്നതാണ്. പലതരം കല്ലേറുകളുണ്ട്. അക്ഷരാർത്ഥത്തിൽ കല്ലെടുത്തെറിയാൻ, കല്ല് കിട്ടിയില്ലേ കല്ല് വെച്ച വചനങ്ങളുണ്ട് നമ്മളെ തകർക്കാനും. കല്ലുകൊണ്ട് എറിയുന്ന പോലെ നമ്മളെ ഹൃദയത്തെ ചതയ്ക്കുന്നതും മുറിക്കുന്നതുമായ വാക്കുകൾ കൊണ്ട് നമ്മളെ കല്ലെറിയുന്നവരും ഉണ്ടാകാം. കല്ലുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ പെരുമാറ്റങ്ങളുണ്ടോ നമ്മളെ കല്ലെറിയുന്നവർ എന്നും വേണമെങ്കിൽ ഉണ്ടാകാം. പ്രതിഷ്ഠാ പെരുന്നാൾ പൂർത്തിയായാലുള്ള ഗുണം ഈ കല്ലേറിന്റെ ഇടയ്ക്ക് നമുക്ക് അതിനെ യേശുവിലേക്ക് ആകർഷിക്കാൻ കഴിയും. കല്ലേറിന്റെ സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കാൻ പഠിച്ചാൽ, എല്ലാവരുടെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, ക്ഷമ കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ചിലരെങ്കിലും മാനസാന്തരപ്പെട്ട് നമ്മുടെ പക്ഷത്ത് ചേരും. സേഫാനോ സഹോദരയുടെ പ്രാർത്ഥനയും സാക്ഷ്യവും സ്വർഗത്തിലേക്കുള്ള നോട്ടവും കണ്ടപ്പോഴാണ് ശൗലിനെ മനസ്സിലായത് ഞാൻ വിചാരിച്ച ആളല്ല. ഈ യേശു ക്രിസ്തുവും ഈ യേശുവിനെ വിശ്വസിക്കുന്ന ഈ സേഫാനോസും ഏതാണ്ട് ദൈവികതയുള്ളവരാണ്. അവർക്ക് ഏതാണ്ട് അസാധാരണത്വമുണ്ട്. സാധാരണ മനുഷ്യരെ പോലെയല്ല. അവർക്കൊരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക സ്നേഹം, ഒരു പ്രത്യേക ദൈവാശ്രയം. കല്ലെറിയുന്നവരെ കുറിച്ച് പോലും അവർക്ക് ഒരു വിരോധമില്ല. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ ഏതാണ്ട് കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു ചോദ്യചിഹ്നമായത് ഹൃദയത്തിന്റെ ഒരു കോണിൽ മാറ്റിയിട്ടു. ആ ചോദ്യം ദൈവാത്മാവ് മറുപടി പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിൽ അങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അത് തീർത്തി. അങ്ങനെയാണ് ദമസ്കോസിൽ അത് വെളിപ്പാടായിട്ട് മാറിയത്. ഇപ്പൊ തിരുവചനങ്ങൾ വായിക്കുമ്പോഴും തിരുവചനം വായിക്കുന്നവർ നമ്മളോട് പ്രതികരിക്കുന്നവർ ചിന്താവിഷയവും ധ്യാന വിഷയവും പ്രാർത്ഥന വിഷയമാക്കാമെങ്കിൽ ദൈവാത്മാവ് അവിടെ കയറി പിടിക്കും. അപ്പൊ നിത്യസംഭവങ്ങളിൽ രണ്ടു കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും. പ്രതിഷ്ഠാ പെരുന്നാളിന് ശുദ്ധീകരണ പെരുന്നാളെ സംബന്ധിച്ച് പരിമല തിരുമേനിയെ പോലെ ദൈവേഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തി അവിടെ വശത്ത് ചേരാൻ സാധിക്കും. പരിമല തിരുമേനിയുടെ കവറിങ്ങിൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പേര് വന്നിട്ട് പോകുന്നു. അവരെല്ലാം വചനം അനുസരിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, സ്തോത്രകാഴ്ച ഇടുന്നു, തിരുമേനിയിൽ ദൈവത്തെ കണ്ടേച്ചു പോകുന്നു. നാനാജാതി മതസ്ഥരാണ് അവർ വന്നേച്ചു പോകുന്നത്. നമുക്ക് ഇതുപോലെ പരിമല തിരുമേനിയെ പോലെയും സേഫാനോസിനെ പോലെയും അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ചലിക്കുന്ന ദേവാലയമാകാൻ സാധിക്കും എന്ന തത്വമാണ് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ കല്ലെറിയാൻ അവര് ചില വന്നപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ കല്ലെറിയാൻ അവർ ചിന്തിച്ചത്? അവർക്ക് യേശുവിനെ കുറിച്ച് തെറ്റിദ്ധാരണകളും വിദ്യാബോധങ്ങളും ഉണ്ടായി. എന്തുകൊണ്ടാണ് അവർക്ക് യേശുവിനെ കല്ലെറിയാൻ തോന്നിയെന്നുള്ള ഒരു കാര്യം കർത്താവ് തീർത്ത് അവരോട് പറയുന്നുണ്ട്. നിങ്ങൾ എന്റെ ആടുകൾപ്പെട്ടവരല്ല, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവന്റെ പിന്നാലെ വരികയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ യേശുവിന്റെ ആടായാൽ മാത്രം യേശു പറയുന്നത് ശ്രദ്ധിക്കാനും വിശ്വസിക്കാനും പോകും. നമ്മൾ യേശുവിന്റെ ആടാകുന്നില്ല. നമ്മൾ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരും പുത്രന് വേണ്ടി വേർതിരിക്കപ്പെടുന്നവരുമായി പുത്രനെ പിതാവ് നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പോഴേ നമ്മൾ ഈ ഇടയന്റെ ആടാവുള്ളൂ. അതുകൊണ്ട് ഈ ഹൂദോസീത്തോ പെരുന്നാളിന്റെ ദിവസം ഹൂദോസീത്തോയും കഴിഞ്ഞ് ശുദ്ധീകരണവും പ്രതിഷ്ഠാ പെരുന്നാളും വരുമ്പോൾ ഇന്ന് യേശുവിന്റെ വചനം നമുക്ക് കേട്ടിട്ട് അത് വിശ്വാസമായി പണ്ടം വെച്ചിട്ട്
ആ വിശ്വാസം പ്രത്യാശയും ദൈവസ്നേഹവുമായിട്ട് കർത്താവിനെ കാണുകയും കാണിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ചലിക്കുന്ന പള്ളിയായി നമ്മൾ മാറണമെങ്കിൽ പിതാവ് നമ്മളെടുത്ത് പുത്രനെ കൊടുക്കണം, പുത്രനെ നമുക്കും തരണം. ഇത് രണ്ടും നടന്നാലേ യേശുവിനെ എന്റെ കർത്താവെ എന്റെ ഭർത്താവെ എന്നൊക്കെ വിളിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ പിതാവിനെ പിതാവെന്ന് വിളിക്കണമെങ്കിൽ പുത്രനെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ദൈവമക്കളാകുകയും വേണം. അങ്ങനെ പിതാവും പുത്രനും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സാധിച്ചെങ്കിലേ പ്രതിഷ്ഠാ പെരുന്നാൾ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ തിരിച്ചറിയുന്ന, കർത്താവിന്റെ അസ്ഥി മാംസമായി തീരുന്ന, ഉടലായി തീരുന്ന ഭാഗീയരാശിയിലേക്ക് നമ്മൾ മാറ്റുമെന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. ഇന്ന് ആരാധനയ്ക്കും പരിമളത്തിന് വേണ്ടി പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുമോ, നിങ്ങൾ എന്റെ ആടിപ്പെട്ടതല്ല, ആടുകൾപ്പെട്ടതല്ല, നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ല എന്ന് പരുവം പറയുമോ? നമ്മുടെ ഇന്നത്തെ ആരാധനയും പ്രാർത്ഥനയും പ്രതിവാക്യം ചൊല്ലലും ആരാധനയും കാണുമ്പോൾ നിങ്ങൾ എന്റെ മക്കളാ, നിങ്ങൾ എന്റെ ആടുകളാ എന്ന് പറഞ്ഞ് കർത്താവിന്റെ ആ തൊഴുത്തിൽ ആനന്ദിപ്പാൻ ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം വരാൻ നമ്മളെ എടുത്ത് പുത്രനെ കൊടുക്കണം, പുത്രനെ നമുക്കും തരണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനും നമ്മൾ സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ നമുക്ക് ജന്മസാഫല്യം അടയാൻ സാധിക്കും. അതിന്റെ ഇടയിൽ ആര് കല്ലെറിഞ്ഞാലും പേടിക്കേണ്ട, അവരെ നമുക്ക് നേടാം. നമ്മൾ ദൈവമക്കളായ ദൈവത്തിന്റെ ആടുകളായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കല്ലേറുകൾ, ഉണ്ടാകുന്ന കഷ്ടതകൾ, നഷ്ടങ്ങൾ, സങ്കടങ്ങളെല്ലാം യേശുവിനെ സാക്ഷിക്കാനുള്ള അവസരമാണ്. ചിലരെ നമുക്ക് കുരിശുണ്ടാക്കും, ചിലരെ നമ്മുടെ സഹനം കണ്ടിട്ട് നമ്മുടെ പക്ഷത്ത് ചേരും. ഇത് രണ്ടു കൂട്ടരും കാണും. അവരുടെ മധ്യത്തിൽ വേല ധരിച്ചു പോകാൻ സാധിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടിയാണ് ഈ ആരാധന കുർബാനകളായി ഓർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ അവിശ്വാസം കൊണ്ട്, പിന്മാറ്റം കൊണ്ട് കർത്താവിന്റെ ആടുകളുടെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറി നമുക്ക് കർത്താവിന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഒരിടയിൽ ഒരു തൊഴുത്തു പോകാമെന്ന് പറഞ്ഞാൽ ആ വചനം അനർത്ഥമാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ പാപങ്ങളോടും അശുദ്ധികളോടും അനുസരണക്കേടിനോടും യാത്ര പറയാൻ ഒരിക്കൽ കൂടെ പാവത്തിനും പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സ്തുതി അതിൽ നമ്മുടെ വേദത്തിലെ കണ്ണീങ്ങളും നീക്കുണ്ടായിരിക്കട്ടെയാണ്. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, ഇന്ന് നമുക്ക് പരിശുദ്ധ മാതാവിന്റെ സഭയിലെ ശുദ്ധീകരണത്തിന്റെയും പ്രതിഷ്ഠയുടെയും പശ്ചാത്തലത്തിൽ സഭയാകുന്ന മാതാവ് ശുദ്ധീകരണവും പ്രതിഷ്ഠയും പുതുക്കി യേശു കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാൻ തയ്യാറാകുന്ന ഈ കാലയളവിൽ വരാൻ പോകുന്ന ക്രിസ്മസിന് നമ്മളുടെ ഉള്ളിൽ ഈ വർഷം ജനിക്കുന്ന യേശു കുഞ്ഞുങ്ങളെ നമുക്ക് വരണം. എല്ലാ കൊല്ലവും നമുക്ക് യേശു കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള കഴിവ് നമ്മുടെ കന്യകയായിരിക്കുന്ന ദേഹിയുടെ മണ്ഡലത്തിൽ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അങ്ങനെ നമ്മുടെ ദേഹിയുടെ മണ്ഡലം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാമോദീസായിൽ നമ്മുടെ സ്ത്രീപുരുഷ ഭേദമന്യേ സകലരുടെയും ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. ആ കന്യകമാരെയെല്ലാം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട്. ഇപ്പൊ തലയായ ക്രിസ്തു മാതാവിൽ നിന്ന് ജനിച്ച് മരിച്ചുയർത്തതിനെ സ്വകാരണം ചെയ്ത് പിതാവിന്റെ സന്നിധി പോയി നമുക്കായി കാത്തിരിക്കുകയാണ്. ആ തലയോട് ചേരേണ്ട ഉടലായ നമ്മൾ, തലയോട് ചേരേണ്ട ഉടലായ അനേകരെ വളർത്തി ആ തലയോട് ചേരുന്ന കോശങ്ങളാക്കേണ്ടിയിരിക്കുന്നു. ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് 9 മാസം കൊണ്ട് തലയോട് ചേരുന്ന ഉടലായി കൈകാലുകളെയും ആന്തരിക അവയവങ്ങളെയും എല്ലാം വളർത്തി അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞായിട്ട് ലോകത്തിലേക്ക് പ്രസവിക്കുന്നത്. ഇതുപോലെ സഭയാകുന്ന അമ്മ തലയായ ക്രിസ്തുവിനോട് ചേരേണ്ട അവയവങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് ചേർക്കുന്ന വേലയാണ് ഈ കൃപായുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാമോദിസ കഴിഞ്ഞിരിക്കുന്ന നമുക്ക് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിന്, ആ കന്യകയായിരിക്കുന്ന ആ ദേഹിയുടെ മണ്ഡലങ്ങൾക്ക് യേശുവാകുന്ന മണവാളനുമായി വിവാഹ നിശ്ചയം നടന്നിട്ടുണ്ട്. ആ വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഇടയ്ക്കുള്ള സമയത്താണ് സഭയാകുന്ന ശരീരത്തിന്റെ ബാക്കി അവയവങ്ങളെ ഗർഭം ധരിച്ച് ചേർക്കുന്ന വേല നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ ഭാഗ്യമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവേഷ്ടപ്രകാരം വചനപ്രകാരം ജീവിച്ചാൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലവും യേശു കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യും. അത് കന്യകയായിരുന്നുകൊണ്ട് തന്നെയായിരിക്കും. പരിശുദ്ധ കന്യമറിയാം അത് ഉദ്ഘാടനം ചെയ്തു. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും കന്യകയായിരുന്നുകൊണ്ട് തന്നെ യേശു കുഞ്ഞുങ്ങളെ പ്രസവിച്ച സഭയോട് ചേർത്ത് അങ്ങനെ യേശുവിന് ശരീരം പൂർണ്ണമാക്കിയിട്ട് കർത്താവിന് മാറിൽ എത്തിച്ചേരുന്ന നമ്മുടെ പ്രാണനെല്ലാം കൂടി ചേർന്നാണ് കർത്താവിന്റെ മണവാട്ടിയാകുന്നുള്ള കാര്യം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ കല്യാണത്തിന്റെ അന്ന് മാത്രമേ മണവാട്ടി വെളിയിൽ വരുള്ളൂ. അതുവരെ മണവാട്ടി അകത്ത് രഹസ്യമായി വളരുകയാണ്. സഭയാകുന്ന അമ്മയുടെ ഉള്ളിൽ രഹസ്യമായി വളരുന്ന മണവാട്ടി കല്യാണ ദിവസം കല്യാണ മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെടും.
ഒന്നാമത്തെ ആദാവിന്റെ വാരിയല് തന്റെ മാറിൽ മറിഞ്ഞിരുന്നു. തന്നെ ബോധം കെട്ടി ആ വാരിയല് വെളിയിലെടുത്തിട്ട് ആ ഒന്നാമത്തെ ആദാവിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലെടുത്ത മാംസം അതിൽ പിടിപ്പിച്ചിട്ടാണ് ഹവ്വയുണ്ടായത്. അതുകൊണ്ട് ആദാമിന്റെ വാരിയലിൽ നിന്നും ആദാമിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടതായ മാംസം പിടിപ്പിച്ചിട്ടാണ് ഹവ്വയുണ്ടായത്. അതുകൊണ്ടാണ് ഹവ്വയെ കണ്ടപ്പോൾ നീ എന്റെ അസ്ഥി മാംസമാണെന്ന് പറയുന്നത്. അപ്പൊ ആദാം ബോധം കെട്ട് കിടന്നപ്പോഴും ആദാമിന്റെ ആത്മാവിന്, ആദാമിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലെ ഈ ബോധം ഉണ്ടായിരുന്നു. ബോധം കെട്ട് കിടക്കുകയാണെങ്കിലും എന്റെ അസ്ഥിയിൽ നിന്ന്, എന്റെ മാംസത്തിൽ നിന്ന് എന്റെ പ്രിയതമ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നു. ധ്യാനിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. അപ്പൊ ധ്യാനിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ കർത്താവിന്റെ തലയോട് ചേരേണ്ട, ഉടലായി തീരേണ്ട നമ്മളിപ്പോൾ രഹസ്യമായി സഭയാകുന്ന മാതാവിന്റെ ഉള്ളറയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കല്യാണ ദിവസം കർത്താവിന്റെ മാറിൽ നിന്ന് ഈ പ്രാണനെ, ഈ ദേഹികളെ എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് അങ്ങനെ കർത്താവിന്റെ അസ്ഥി മാംസമായി നമ്മളെ വളർത്തിയെടുക്കും. ഇങ്ങനെ ഈ വലിയ വേല ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും വെച്ചിരിക്കുന്നത്. എല്ലാ അമ്മമാരും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഒരു 3-4 ദിവസം ശുദ്ധീകരണത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. ആർത്തവ കാലത്തെ 3-4 ദിവസത്തെ കുളികൾ, ശുദ്ധീകരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ്. ഇതുപോലെ സഭയാകും നമ്മൾ എല്ലാ കൊല്ലവും ഒന്ന് കുളിക്കുന്നുണ്ട്. അതൊരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കുളി കഴിയുമ്പോഴാണ് പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് വചനിപ്പ്. വചനിപ്പിന് ശേഷമാണ് കർത്താവിന്റെ ജന്മപ്പെരുന്നാൾ. ഇതെല്ലാം എല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ നമ്മളിൽ നിന്ന് മാത്രം ജനിച്ച് കർത്താവിനോട് ചേരേണ്ടതായ വശങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടി തലയോട് ചേരുന്ന ഉടലായിത്തീരും. അത് വലിയ ഭാഗ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഭാഗ്യമാണ്. സ്വർഗത്തിലെ പിതാവിന് ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മോന്റെ ജീവിത പങ്കാളിയായി തീരാനുള്ള വിളിയാണ് നമുക്കുള്ളത്. ഒറ്റ കാര്യമൊന്നുമല്ല. അത് സകലർക്കും അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അധികം അസൂയ ഉണ്ടാക്കുന്നത് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയ കത്തിക്കാനിരിക്കുന്ന മാലാഖമാർക്കാണ് മഹാ അസൂയ, മഹാകണ്ണക്കടി. അവർക്കറിയാം സ്വർഗത്തിലെ സുഖം എങ്ങനെന്താണെന്നറിയാം. കർത്താവിന്റെ നന്മയും കർത്താവിന്റെ സ്വർഗത്തിലെ സുഖങ്ങളും അറിയാവുന്ന മാലാഖമാർ പിഴച്ചു പോയപ്പോൾ അവരെ കത്തിക്കാൻ മാറ്റിയിട്ടിരിക്കുമ്പോൾ അവർക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ട് യേശുവിനോട് ചേരുന്ന മണവാട്ടി സഭയെ കാണുമ്പോൾ ഭയങ്കര കണ്ണിക്കടിയാണ്, ഭയങ്കര അസൂയ. മാലാഖമാർ വേലക്കാരായിട്ട് അവിടെ വന്നത്. വേലക്കാർക്ക് അവിടുത്തെ സുഖം അറിയാം. മണവാട്ടിയായിട്ട് ചെന്നാൽ എന്തായിരിക്കും കഥ? വേലക്കാരും മണവാട്ടിയായിട്ട് വ്യത്യാസമുണ്ട്. വേലക്കാർക്ക് അവിടെ അവകാശമൊന്നുമില്ല, കൂലി വാങ്ങിച്ചുകൊണ്ട് വാങ്ങുന്നേ ഉള്ളൂ. വേറെ അവകാശമൊന്നും അവിടെ ഇല്ല. എന്നാൽ മണവാട്ടിക്ക് വീട്ടിലോട്ട് കയറി വന്നാൽ അവകാശിയാണ്. വലതുകാലം കുത്തി ഒരു വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സകലത്തിന്മേലും അധികാരം കിട്ടുക, അവകാശം കിട്ടുക, അവിടുത്തെ സ്വന്തമായി ദത്തെടുക്കപ്പെടുകയാണ്. ഇതുപോലെ സ്വർഗത്തിലേക്ക് മണവാട്ടിയായി, മരുമകളായി നമ്മുടെ പ്രാണക്കുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ദത്തെടുക്കപ്പെട്ട് അവകാശിയായി രാജ്ഞിയാകാൻ പോവുകയാണ്. രാജാവിന്റെ രാജ്യം കൂടിയാണ് ഇന്നത്തെ ഭരണം മുഴുവൻ. അത് നിത്യതയിൽ, നിത്യം അവസാനമില്ലാത്തൊരു നിത്യഭരണത്തിൽ നിത്യ ജീവിത പങ്കാളിയായിത്തീരുന്ന സഭയെ കണ്ടാൽ ആർക്കാ കണ്ടിട്ട് വരാത്തത്? അതുകൊണ്ട് എല്ലാ തിന്മയ്ക്കും നമ്മളുള്ള വൈരാഗ്യമായിരിക്കും. ഏതെങ്കിലും ഒരു കല്യാണം മുടക്കാനാണ് ശ്രമിക്കും. മുടക്കാനെത്തില്ല, നീട്ടാനെങ്കിലും നോക്കും. മുടക്കാനൊക്കെ പക്ഷെ നീട്ടാൻ പറ്റും. നീട്ടിക്കൊണ്ട് പോവാ, കൊല്ലവരായിപ്പോ. അപ്പൊ നമ്മുടെ കേസ് തീർത്തിട്ടേ കല്യാണം കഴിക്കുള്ളൂ. അപ്പൊ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും പിതാവ് ആരെ എടുത്ത് പുത്രന് കൊടുക്കുന്നു അവർക്ക് മാത്രമേ യേശുവിനെ വിശ്വസിക്കാനൊക്കെ ഉള്ളൂ, യേശുവിനെ സ്നേഹിക്കാനൊക്കെ ഉള്ളൂ, യേശുവിനെ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഒരു കൂട്ടരെ തള്ളപ്പെട്ടവരായി കാണും. അവർക്കൊന്നും വൈരാഗ്യമായിരിക്കുന്നുണ്ടോ? അവർക്ക് നമ്മളെ മനസ്സിലാവുകയില്ല. അവർ സ്വർഗത്തിലെ പിതാവിന്റെ പുത്രനായി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെ ആർക്ക് മനസ്സിലായി? ദൈവം മനുഷ്യനായ മനുഷ്യന്റെ രൂപം കെട്ടി ഭൂമിയിൽ വന്നപ്പോൾ മറിയാമ്മച്ചിക്ക് മനസ്സിലായി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ യോസേപ്പച്ചായനും മനസ്സിലായി. പിന്നെ ആർക്കും മനസ്സിലാകുന്നില്ല. അയൽക്കാരെല്ലാം കളിയാക്കുക, അവർക്കെല്ലാം മഹാവെറുപ്പും അറപ്പുക. വേദനഹേമിൽ ഒരു വിദ്വാൻമാർക്കും നാട്ടുകാരന്മാർക്കും മനസ്സിലായി. പക്ഷെ ഹേരോദാവിന് മനസ്സിലാകുന്നില്ല.
ഹെരോദാവിന് വൈരാഗ്യമാണ്. എന്റെ സിംഹാസനം തെറിപ്പിക്കാൻ വരുന്നവൻ രാജാവാണവൻ. ഇവൻ വന്ന് എന്റെ സിംഹാസനം തെറിപ്പിച്ചേച്ച് അടുത്ത രാജാവാകുന്ന ഞങ്ങളായിരിക്കും, തട്ടിയേക്കാം. പച്ചായിരിക്കുമ്പോഴേ തന്നെ തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. തെറ്റിദ്ധാരണ, വിദ്യാബോധം, സംശയരോഗം അതും ഉണ്ടാകാം. അപ്പൊ യോസെഫിന്റെ സംശയരോഗം മാറിയപ്പോൾ ഹെരോദാവിനെപ്പോ സംശയരോഗം. എല്ലാ കുഞ്ഞുങ്ങളെയും തട്ടാന് യേശു കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയില്ലാത്തതുകൊണ്ട് ആ വയസ്സിലുള്ള എല്ലാ പിള്ളേരെയും തട്ടിയേക്കാൻ പറഞ്ഞു. അങ്ങനെ യേശു കുഞ്ഞിന് വേണ്ടി അനേക കുഞ്ഞുങ്ങൾ മരിക്കേണ്ടി വരിക. ഈ പ്രതിഭാസം എല്ലാ വ്യക്തികളിലും, എല്ലാ വീടുകളിലും, എല്ലാ സഭകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും ആവർത്തിക്കുന്ന പ്രതിഭാസമാണ്. എവിടെ ഒരാൾക്ക് യേശുവിനെ വിശ്വസിക്കാൻ ഒക്കുന്നോ ആ വീട്ടിലുള്ള മുഴുവൻ വൈരാഗ്യമായിരിക്കും അവരോട്. ആദ്യം ഒരു വീട്ടിൽ നിന്ന് എടുക്കപ്പെടുന്നോ അവരുടെ എല്ലാവർക്കും അസൂയായിരിക്കും. അതറിഞ്ഞില്ല. ആ അസൂയയുടെ മധ്യത്തിലേ നമുക്ക് വളരാനൊക്കെ ഉള്ളൂ. അത് അത്യാവശ്യമാണെന്നുള്ള ആ ശത്രുതയുടെ മധ്യത്തിലെ യേശു കുഞ്ഞു വളരുള്ളൂ. അതുകൊണ്ട് ഏത് ശത്രുതയുടെയും മധ്യത്തിൽ യേശുവിന്റെയും മാതാവിന്റെയും മാതൃകയിൽ യേശുവിനെ വളർത്തി കൊടുക്കാമെങ്കിൽ കല്യാണത്തിന് ഉള്ളവരെല്ലാം പോവും, അല്ലാത്തവരിവിടെ കിടക്കും. അവർക്ക് ഭയങ്കര പീഡനങ്ങൾ വരും. അതിനാരാ ഉത്തരവാദി? അവരോട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൈവവചനം കേൾക്കാനും യേശുവിന്റെ മണവാട്ടിയാകാനും യേശുവിന്റെ ശരീരത്തോട് ചേരുന്ന ഉടലാകാനുള്ള ഭാഗ്യമുണ്ട്, അവസരമുണ്ട്. കൃപായുഗം മാറിയിട്ടില്ല. എത്ര പേർക്ക് അതിപ്പോൾ ഉണ്ട്, എത്ര പേർ കിട്ടിയിട്ട് പോയി, ഇതൊക്കെ പരിശോധിച്ചു. അതുകൊണ്ട് ഈ യേശുവിന്റെ മണവാട്ടിയാകാൻ പോകുന്ന വിളിക്കപ്പെട്ട യേശുവിന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ള പ്രാണനോട്, ദേഹിയോട്, ക്രിസ്ത്യാനികളോട് പിശാചുക്കൾക്ക് ഭയങ്കര വിരോധം. എവിടെ ഇട്ടിലും നമ്മളെ തട്ടാൻ നോക്കും. അത് മാത്രമല്ല, ഈ ലോകത്തിൽ ജഡീകരും പ്രാകൃതമായിരിക്കുന്നവർക്കും വിരോധമായിരിക്കും. അവർ എല്ലാവരുമായി എന്റെ നാമം നോക്കുന്ന സകലരും നിങ്ങളെ പകയ്ക്കും. എന്റെ നാമം നോക്കി യേശുവിന്റെ നാമം നിമിത്തം എല്ലാവർക്കും വിരോധം വരും. അങ്ങനെയായിരിക്കും ദൈവത്തിന്റെ നടത്തിപ്പ്. എല്ലാവർക്കും എല്ലാം മനസ്സിലാകുകയില്ല. അത് ധ്യാന മന്ദിരത്തിലും പള്ളിയിലും പള്ളിക്കൂടത്തിലും വീട്ടിലും നാട്ടിലും എല്ലാം അതാവട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെയും മാതാവിനെയും ധ്യാനിച്ചോണം. അവരെങ്ങനെയാണ് ഈ ശത്രുതകളുടെയും ഏകാന്തതകളുടെയും ഒറ്റപ്പെടലിന്റെയും സംശയങ്ങളുടെയും എല്ലാം മധ്യത്തിൽ യേശുവിനെ വളർത്തും. എനിക്കതുപോലെ വളർത്തണം. നന്ദി പറയണം. അവിടെ എല്ലാവരും കൂടി ഒന്നിച്ചല്ല വിശ്വസിക്കുന്നത്, എല്ലാവരും കൂടി ഒന്നിച്ചല്ല വളരുന്നത്, ഒറ്റയ്ക്കാണ്. അപ്പൊ എല്ലാവരുടെയും പ്രായം ഒന്നായിരിക്കുകയില്ല, എല്ലാവരുടെയും സ്വഭാവം ഒന്നായിരിക്കുകയില്ല, എല്ലാവർക്കും മനസ്സിലാകുകയില്ല. ഒരു സ്കൂളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്കൂളിൽ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. നഴ്സറി തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ പിള്ളേർ തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എല്ലാവരുടെയും ക്ലാസ്സിൽ ഓരോ വിഷയം പഠിപ്പിക്കുന്നു. എല്ലാ വിഷയവും ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നവർ താഴത്തെ ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് മനസ്സിലാവും. പക്ഷേ താഴത്തെ ക്ലാസ്സുകാർക്ക് മുകളിലത്തെ ക്ലാസ് വരെ മനസ്സിലാവും ഇല്ല. അവിടെ ഒന്നും മനസ്സിലാവുകയില്ല. അങ്ങനെ എല്ലാവരും പാസ്സായി കഴിഞ്ഞ് മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ദേവരാജ് കോളേജിൽ എല്ലാവരും പാസ്സായി കഴിഞ്ഞ് കല്യാണത്തിന് പോകുന്നവരെ മനസ്സിലാവുകയുള്ളൂ. അവർക്ക് ഏതെല്ലാം ടെസ്റ്റ് വെച്ചിരിക്കുന്നുള്ളവർ അവരവർക്കേ മനസ്സിലാവുകയുള്ളൂ. മനസ്സിലാകാത്തവർ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കും, കല്ലെറിയാൻ നോക്കും. അതിന്റെ എല്ലാം ഇടയിൽ നമുക്ക് വളരാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കാം. നമ്മൾ ഇന്ന് ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നോ ആ പരിമല തിരുമേനി ഈ ടെസ്റ്റെല്ലാം പാസ്സായ ആളാണ്. പരിമല തിരുമേനി ശുദ്ധീകരണവും പ്രതിഷ്ഠാ പെരുന്നാളും ഒത്തിരി നടത്തിയ ആളാണ്. താൻ അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുകയും പ്രതീക്ഷിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ താൻ പരിശുദ്ധനായി ഇന്നറിയപ്പെടുന്നു. പക്ഷേ താൻ ജീവിച്ചിരുന്ന കാലത്ത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരുടെയും പക വിദ്വേഷമേ വഹിക്കുവാങ്ങിയ ആളാണ്. എന്റെ നാമം തോന്നുന്ന സകലം നിങ്ങളെ പായിക്കുമെന്ന് പറഞ്ഞ് തിരുമേനിയുടെ ജീവിതകാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ എല്ലാവരും പോയിക്കൊന്ന് നടക്കുക. അന്നേരം ആർക്കും വേണ്ടായിരുന്നു, എല്ലാവർക്കും പുച്ഛമായിരുന്നു. അന്ന് തിരുമേനിയുടെ പേര് കൊച്ചു തിരുമേനി എന്നായിരുന്നു. എന്റെ കാര്യം എന്താണെന്നറിയാം, വലിയ തിരുമേനിമാരുണ്ടായിരുന്നുണ്ട്. വലിയ തിരുമേനിമാരുടെ ഇടയിൽ ഇതൊരു കൊച്ചു തിരുമേനിയായിരുന്നു. പക്ഷെ കൊച്ചു തിരുമേനിക്കായിരുന്നു പരിശുദ്ധി കൂടുതൽ, കൊച്ചു തിരുമേനിക്കായിരുന്നു ഭക്തി കൂടുതൽ, കൊച്ചു തിരുമേനിക്കായിരുന്നു വിശുദ്ധിയും പ്രതിഷ്ഠയും കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് അസാധാരണമായ ദൈവകൃപത എനിക്കുണ്ടായിരുന്നു. വലിയ തിരുമേനിമാരെ കൊണ്ട് പറ്റാത്ത കാര്യം കൊച്ചു തിരുമേനിയെ കൊണ്ട് സാധിക്കുമായിരുന്നു. വലിയ തിരുമേനിയാരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ കൊച്ചു തിരുമേനിയുടെ അടുത്ത് ആള് വരും. എവിടെയെങ്കിലും പോയാൽ കൊച്ചു തിരുമേനിയാണ് എല്ലാവരും ബഹുമാനിക്കുന്നത്. വലിയ തിരുമേനിമാർ മാറി നിൽക്കും. അപ്പൊ അസൂയ വരുമോ? ആത്മീയ അസൂയാണ് ഭയങ്കര അസൂയ കേട്ടോ. ആത്മീയയുടെ ഇടയിലെ അസൂയാണ് ഭയങ്കര അസൂയ. അത് സഹിക്കാൻ പാടില്ലാത്ത ഭയങ്കര അസൂയയാണ്. ഇതെല്ലാ ഇടങ്ങളിലും കാണും. അപ്പൊ ഇങ്ങനെ പിതാവ് പുത്രനെ എടുത്തു കൊടുക്കുന്നവർ വേഗം അവരങ്ങ് വളരും. മറ്റുള്ളവരെക്കാൾ മുമ്പന്മാരും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അസൂയയും വിഷമവും ഒക്കെ വരും. അതുകൊണ്ടാണ് ഇന്ന് പരിമല തിരുമേനിയുടെ പെരുന്നാളിന് സമാപന പ്രാർത്ഥനയിൽ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചാണ് തിരുമേനി പരിശുദ്ധനായി എഴുതിയത്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞപ്പോൾ ആശ്വാസം കിട്ടിയതാണ്. അന്ത്യശ്വാസം വലിക്കുന്നവരൊരു ആശ്വാസവും ഇല്ലായിരുന്നു. കാര്യം തന്നെ ഓസിച്ച് പ്രാർത്ഥിച്ച് കുടലെല്ലാം പഴുത്തു.
ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിശാചിനെ ജയിക്കാൻ വേണ്ടി ഉപവാസം പ്രാർത്ഥനയില്ലാതെ പറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസമാണ്. ഓരോ കാര്യത്തിന് വേണ്ടി വരുന്നവർക്കൂടെ എല്ലാം ഉപവാസമാണ്. ഉപവാസം എടുത്ത് കുടലെല്ലാം പഴുത്തു. അങ്ങനെയാ മരിച്ചെന്നാ പറയുന്നത്. ഉപവാസം എടുത്തെടുത്തെടുത്ത് പയറെല്ലാം ഒരു ഋണമായി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ശാരീരിക ദുരിതം ഉണ്ടായിരുന്നു. കൊച്ചു തിരുമേനി എല്ലാവരെക്കാളധികം വലിയ തിരുമേനിമാരെക്കാളധികം ബഹുമാനിക്കുന്നുണ്ടപ്പോൾ എല്ലാവർക്കും അസൂയ, എല്ലാവർക്കും വിരോധം, എല്ലാവർക്കും ഒരു പക. അങ്ങനെ നിരണത്തുണ്ടായിരുന്ന അച്ഛന്മാരുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഈ തിരുമേനിയെ വേർത്ത് ആട്ടി ഓടിച്ചിട്ടാണ് പെരുമല വന്ന് കയറിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സഹിക്കാൻ വരാതെ എണ്ണിപ്പിച്ച് വീടിപ്പിച്ചപ്പോൾ അവരെല്ലാം അനുഗ്രഹിച്ചേ, ഞാൻ പൊക്കോളാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ, നിങ്ങളെ ഒരിടത്ത് എണ്ണിപ്പിച്ച വേറെടുത്തേക്ക് ഓടിക്കൊള്ളാനാ കർത്താവ് പറഞ്ഞത്. അവിടെ നിരണത്തിൽ നിന്ന് ഓടി വന്ന് കയറി താമസിച്ച കുടിലായിപ്പോൾ അവിടെ കിടക്കുന്നു. തിരുമേനി വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചൊരു കുടിലെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വേറൊരു ദുരിതം. അങ്ങനെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ നമ്മളെ വിശുദ്ധരാക്കാനാണെന്നുള്ള കാര്യം അറിയാമെങ്കിൽ നന്ദി പറയേണ്ടേ ദുരിതം തരുന്നവർക്ക്. പിൻവലിക്കാവോ? എല്ലാം ദുരിതം തന്നവർക്ക്, ആത്മീയവും മാനസികവും ശാരീരികമായ ദുരിതങ്ങൾ തരുന്നവർക്ക് എല്ലാം നന്ദി. എനിക്ക് വിശുദ്ധി വേണം, പ്രതിഷ്ഠ വേണം. അങ്ങനെ എനിക്ക് എന്റെ കർത്താവിന്റെ മണവാട്ടിയാകണം, കർത്താവിന്റെ തലയോട് ചേരുന്ന ഉടലാകണം. അങ്ങനെ കല്യാണത്തിന്റെ അന്ന് മാത്രമേ എല്ലാവർക്കും നമ്മളോട് സ്നേഹം അവരോട് കാണൂ. കല്യാണത്തിന്റെ അന്ന് മണവാട്ടിയെ കാണുമ്പോൾ അവൾ മിടുക്കിയ, അവൾ ഒത്തിരി സഹിച്ചത്, അവളോടെ ഇരുന്നോ എന്ന്. അപ്പൊ എല്ലാവരും അംഗീകരിക്കണത് 1000 കൊല്ലത്തെ മധുര ആഘോഷം കാണുമ്പോൾ പീഡിപ്പിച്ചവരെല്ലാം പറഞ്ഞ് പാവം ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, എന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറയും. ഈ മനസ്സ്, ഈ ബോധം നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ സഹിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് യേശുവിന്റെ കടന്ന ബുദ്ധികളാണിത്. കർത്താവിന്റെ ദീർഘമായ നിത്യതയിലെ തന്റെ മണവാട്ടിക്ക് കിട്ടാൻ പോകുന്ന സുഖവും സ്ഥാനവും മാനവും എല്ലാം അത് എല്ലാവരും അംഗീകരിച്ച് അവളെ വാഴ്ത്തിപ്പാടണമെങ്കിൽ ശരിക്കും ചവിട്ടുകൊണ്ട് വെച്ചിട്ട് നടന്നു പോകാൻ, അടിയിടിയും ചവിട്ടും കൊണ്ട് ഒടിഞ്ഞ് അങ്ങ് ചെന്നു കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന്റെ അന്ന് എല്ലാവരുടെയും ആശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാജി തന്നെ ഭരിക്കുന്നത് കാണാൻ ഇടയാകുന്ന കാര്യം ഓർമ്മിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ലോകാരംഭം മുതലേ നമുക്ക് വേണ്ടി തൊഴിലുറക്കപ്പെട്ട കുഞ്ഞാടാണ്. ലോകാരംഭം മുതലേ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് വായിച്ച വേദഭാഗത്ത് അങ്ങനെ ഒരു വാചകമുണ്ട്. പരിശുദ്ധനായ കർത്താവ് അനേകരുടെ അശുദ്ധി ഏറ്റുവാങ്ങിയതുകൊണ്ട് അതും കഴിയേണ്ട ആവശ്യം വന്നു. അശുദ്ധരെ ചുമക്കുന്നവർ അശുദ്ധരായിത്തീരും, ഇല്ലേ? യോഹന്നാൻ 10:22-32 അവസാന ഭാഗത്ത് വരുമ്പോൾ കർത്താവ് തന്നെക്കുറിച്ച് പറയുകയാണ്, പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നോട് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവദോഷം പറയുന്നു നിങ്ങൾ പറയുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് യേശുവിനുണ്ടായിരുന്ന ബോധം എന്നാ? ലോകാരംഭത്തിലെ ലോകത്തിലേക്ക് പിതാവ് വിശുദ്ധീകരിച്ചാണ് ലോകത്തിലേക്ക് അയച്ചെന്നാ പറയുന്നത്. അപ്പൊ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലോകാരംഭം മുതലേ തൊഴിലുറക്കപ്പെട്ട കുഞ്ഞാട് എന്ന നിലയിൽ സകല മനുഷ്യരെയും പാപശാപങ്ങൾ തന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, അത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നത് 2 കിഡ്നികളിൽ രാവും പോലും ഇല്ലാതെ വേല ചെയ്യുന്നതുകൊണ്ടാണ്. 2 കോടി നെഫ്രോണുകൾ രാത്രിയും പോലും ഇല്ലാതെ വേല ചെയ്തിട്ട് നമ്മൾ മിടുക്കരായിട്ട് നടക്കുന്നു. ആ 2 കോടി നെഫ്രോണുകൾ കൂടെ നമ്മുടെ രക്തം ഓടിയെങ്കിൽ മാത്രമേ ശുദ്ധീകരണം പ്രാപിക്കുകയുള്ളൂ. അത് കിലോമീറ്ററുകൾ ദൂരമുള്ളത് ഈ കുഴലുകൾക്ക് നീട്ടി വെക്കുകയാണെങ്കിൽ അത്രയും ദീർഘമായ വേലയാണ് കിഡ്നികൾ രണ്ടും ചെയ്യുന്നത്. ആ കിഡ്നിക്ക് എന്തെങ്കിലും കേടുപറ്റുമ്പോഴാണ് നീര് വെച്ച് പുറങ്ങിച്ച് താഴെ വീഴാൻ പോകുന്നത്. ആ കിഡ്നിയുടെ പണിയാണ് കർത്താവ് ലോകാരംഭം മുതൽ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ചെയ്തത്. തനിക്ക് ദൈവം തരാൻ പോകുന്ന മണവാട്ടിക്ക് വേണ്ടി അവിടെ പാപശാപം വഹിച്ചിട്ട് അഹോരാത്രം ശുദ്ധീകരണ പ്രക്രിയ നടത്തിയതിനു ശേഷമാണ് ബേത്ലഹേമിൽ ഒരു കുഞ്ഞായി പിറന്ന് 33 വർഷം നമ്മുടെ പാപശാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടായി ബലിയാടായി കാൽവറിയിൽ തകർന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയിരിക്കുന്നു. നമ്മുടെ ആത്മാക്കൾ അങ്ങനെ സ്വർഗത്തോളം എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രാണനും കൂടെ അവിടെ എത്തണം. ശരീരവും കണ്ണടച്ച് തുറക്കുന്നതിൽ അവിടെ എത്തിക്കൊള്ളും. പ്രാണന്റെ വീണ്ടെടുപ്പിനാണ് സമയം മുഴുവനും. അതെല്ലാ വർഷത്തെയും ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും നമ്മുടെ പ്രാണന്റെ ശുദ്ധീകരണത്തിനാണ്. കർത്താവ് ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാം ശുദ്ധീകരണത്തിനാണ്. ഈ കാര്യം ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രതിഷ്ഠാ പെരുന്നാളും ശുദ്ധീകരണ പെരുന്നാളും പരിമല തിരുമേനിയുടെ പെരുന്നാളും ഒരുപോലെ നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിമല തിരുമേനിക്ക് ആത്മീയവും മാനസികവും ശാരീരികവുമായ ദുരിതങ്ങളുണ്ടായിരുന്നു. ദുരിതങ്ങളെ രക്ഷാകരമാക്കി കഷ്ടത സ്ഥിതദേശത്തെ പ്രത്യാശയുളവാക്കി പ്രത്യാശയുടെ ധൈര്യം മുറിപിടിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ ഭവനമായി ഇന്ന് ആ കവറത്തിൽ ചെല്ലുന്നവർക്കെല്ലാം അനുഗ്രഹം, ഓർക്കുന്നവർക്കെല്ലാം അനുഗ്രഹം.
ലോകവ്യാപകമായ എല്ലായിടങ്ങളിലും ആ പെരുന്നാൾ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നു. നമുക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതായ സന്ദേശങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങനെ കർത്താവിന്റെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അതൊരു യേശു ക്രിസ്തു ലോകാരംഭം മുതലേ പാപശാപങ്ങൾ വഹിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങളെ വഹിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. യേശുവിനുണ്ടായ മാതാവിനുണ്ടായ അനുഭവങ്ങൾ ഞങ്ങൾക്കും ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ മണവാട്ടിയായി കർത്താവിന്റെ കൂടെ നിന്ന് നിത്യതയിൽ നിത്യമായി ആനന്ദിക്കേണ്ടതായ സഭ ഇപ്പോൾ കടന്നുപോകുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിന്ദകളും ദുഷികളുമെല്ലാം ഭാവിയിലെ വലിയ സന്തോഷത്തിന്റെ ഒരുക്കമാണ്. അതിനെ ഹൃദ്യമാക്കാൻ രസകരമാക്കാനുള്ള പിതാവിന്റെ കരുതലുകളാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടെ ഇതെല്ലാം സഹിക്കുവാൻ വരാൻ പോകുന്ന നിത്യ തേജസ് ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പത്രോസ്ലിഹ പറയുന്ന കാര്യം ഓർത്ത് ഞങ്ങൾ സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിതയാത്രയിൽ നിന്ന് വന്നവരെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്കാനായിട്ട് തന്നെ.